പ്രൈസറോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 116 സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. എന്മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. പ്രൈസലോ. ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, എൻ മനമേ, സങ്കീർത്തനക്കാരൻ തന്റെ മനസ്സിനോട് പറയണം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. സ്വയം ആശ്വസിക്കുന്ന ഒരു സ്വസ്ഥത താൻ ആഗ്രഹിക്കുക. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോഴാണ് സ്വന്തമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഈ ലോകം മുഴുവൻ നിങ്ങൾക്കെതിരായാലും നിങ്ങൾ അതിനകത്ത് പരാജയപ്പെടുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് നമ്മളെയും നമ്മുടെ മനസ്സിനെയും നമുക്ക് സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും കഴിയാതെ, നമുക്ക് തന്നെ നമ്മൾ സ്വസ്ഥത കണ്ടെത്താതെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെടുന്നവർക്ക് ജീവിതത്തിൽ ഉയരുവാൻ കഴിയില്ല, ഉയർച്ച പ്രാപിക്കാൻ കഴിയത്തില്ല, അവർക്ക് നന്മ കാണാൻ കഴിയത്തില്ല. കാരണം സ്വസ്ഥതയില്ലാത്തിടത്ത് ദൈവം വസിക്കത്തില്ല, അല്ലേ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു പറഞ്ഞത്. അപ്പം കലങ്ങി മറിഞ്ഞു വരുന്ന വെള്ളത്തിനരികിലേക്ക് ആടുകളെ കൊണ്ടുപോയി ആടുകൾ അതിൽ നിന്ന് വെള്ളം കുടിക്കില്ല. കാരണം ആടുകൾക്ക് അത് ഇഷ്ടമില്ല. ആടുകൾക്ക് നല്ല സ്വസ്ഥതയുള്ള വെള്ളം ആവശ്യം. അവിടെയാണ് ആടുകൾ വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും സമാധാനമായി ജീവിക്കാൻ കഴിയത്തില്ല, ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരെ സ്വയം ആശ്വസിക്കുകയാണ്, ഒരു സ്വസ്ഥത വേണം. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ 14 ജില്ലകൾ പ്രളയ ദുരിത കേന്ദ്രങ്ങളാണ്. പ്രളയം കൊണ്ട് ദുരന്തം നിറഞ്ഞിരിക്കുകയാണ്. ചില ജീവിതങ്ങൾക്ക് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ഉൾപ്പെടലിലൂടെ അനവധി ആളുകളുടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം, കൃഷി നഷ്ടപ്പെട്ടു, ആടുമാട് കന്നുകാലിന്ന് വീടുകളെല്ലാം നഷ്ടപ്പെട്ടു, വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറുകളും നഷ്ടപ്പെട്ടു, അവിടെ സമ്പത്തുകളും കുട്ടികളുടെ പഠനോപകരണങ്ങളും എല്ലാം, അവരുടെ സർട്ടിഫിക്കറ്റുകളും അവരുടെ വിലപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ടു. അനവധി ആളുകളുടെ സ്വർണങ്ങൾ പോലും, അവർ ഉണ്ടാക്കി വെച്ച പൊന്നും പണം എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ എല്ലാവരും ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ അഭയപ്രാപിച്ചേക്കുക. അവിടെ ചെന്നിട്ട് വസ്ത്രമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, ഡോക്ടർമാരില്ല, മരുന്നില്ല, വിവിധ രോഗത്താൽ ഭാരപ്പെടുന്ന വിവിധ പ്രായക്കാരാ. അവർക്കും അവിടെയും ചെന്നിട്ട് സ്വസ്ഥതയില്ല. ഇപ്പോൾ നമ്മുടെ ജനം എന്ത് ചെയ്യുന്നു? സ്വസ്ഥതയില്ലാത്തൊരു അനുഭവമാണ്, ഹല്ലേലൂയ. അങ്ങനെ സ്വസ്ഥതയില്ലാത്ത ഈ അനുഭവത്തിലൂടെ നമ്മുടെ ജനം കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവി, നിന്റെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥത ഉണ്ടാകണം, ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്തൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടി നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ സ്വസ്ഥത നിന്റെ ഹൃദയത്തിനകത്ത് നീ തന്നെ പ്രാപിക്കുന്നെങ്കിൽ, ആമേൻ, നിന്റെ മനസ്സ് അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നിനക്ക് സുരക്ഷിതമായ ജയകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, എൻ മനമേ വീണ്ടും സ്വസ്ഥമായിരിക്കുക. സ്വന്തം മനസ്സിലുള്ള എൻ മനമേ വീണ്ടും സ്വസ്ഥമായിരിക്കുക. നമ്മുടെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, നമ്മളെ ഇല്ലായ്മപ്പെടുത്തി കളയുന്ന, നമ്മുടെ മനസ്സിനകത്ത് ആശകൾ കൊണ്ട് നമ്മെ പിരിമുറുക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകളും കലക്കങ്ങളും കൊണ്ടുപോകുന്ന, നമ്മെ പരാജയത്തേക്ക് തള്ളിവിടുന്ന അനവധി പ്രതിസന്ധികൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരാം, ഹല്ലേലൂയ. അങ്ങനെ പ്രശ്നങ്ങളുടെ പ്രശ്നം വർദ്ധിക്കുമ്പോൾ, പ്രതിസന്ധി വർദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ നമ്മളുടെ ഹൃദയത്തിനെ, നമ്മുടെ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരണം. അവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ കാണാം, പ്രതികൂലങ്ങൾ കാണാം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ നീ തരണം ചെയ്യുന്നവനായിരിക്കാം, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവളായിരിക്കാം, ജീവിതത്തിൽ തകർച്ച ഭവിച്ചവളായിരിക്കാം. എല്ലാവരും തള്ളപ്പെട്ട് വിടക്കുന്നവർ നിന്നെ എല്ലാവരും മാറ്റി നിർത്തിയേക്കാം. നിന്റെ കഴിവുകൾ പറഞ്ഞ് നിന്നെ അപമാനിച്ചേക്കാം. സമൂഹത്തിലും കുടുംബത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയേക്കാം. നിന്നെ കൂടി വരുന്നിടത്ത് നിന്നെ പരിഹസിച്ച് മാറ്റിയേക്കാം. നീ കഴിവ് കെട്ടവളാണ്, നിന്നെ കൊണ്ട് പ്രയോജനമില്ല എന്നൊക്കെ പലരും നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ സ്വസ്ഥത കെടുത്താൻ നോക്കും, ഹല്ലേലൂയ. അവിടെ ഈ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കണം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതെ, ദൈവം നിനക്കൊരു ഉപകാരം ചെയ്യുമെന്നുള്ള ഉറപ്പോടെ നീ വിശ്വാസത്താൽ മുന്നേറണം. ഇതാണ് ഈ ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം ദൈവകൃപ നമ്മിൽ സംജാതമാകുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നത്. ദൈവകൃപ നമ്മളിലില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ദൈവകൃപ നമ്മളിലില്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയത്തില്ല. ദൈവകൃപ നമ്മളില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ല. ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാൻ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് ദൈവകൃപ നമ്മിൽ സംജാതമാകുവാൻ നീ ദൈവത്തോട് ചേർന്നിരിപ്പാൻ നിനക്ക് കഴിയണം. നമ്മുടെ ബലഹീനതയിൽ പോലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാ ദൈവം. നമ്മുടെ ബലഹീനതയിൽ പോലും, നമ്മുടെ ഏത് ആകുലതകളുടെ നടുവിലും, നമ്മുടെ ഏത്
പ്രതിസന്ധികളുടെ നടുവിലും നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരുന്നു ചെറുതായിരുന്നാലും അതിന്റെ നടുവിൽ നിന്റെ പ്രാർത്ഥനകൾക്കൊന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാ. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് ഞാൻ നിങ്ങൾ വല്ലുരിക. ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി ദൈവം നിങ്ങൾ തെരഞ്ഞെടുത്ത ജീവനുള്ള ദൈവം അങ്ങ് സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ അവൻ ദൂരെ തിരിക്കുമ്പോൾ തന്നെ അവൻ സമീപസ്ഥനായി നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അവൻ വസിക്കുന്നല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളെ അനവധി ചിന്തകൾ, അനവധി ഭാരങ്ങൾ നിനക്ക് നേരെ കടന്നു വന്നേക്കാം. സാത്താൻ പലവിധ ആയുധങ്ങൾ നിനക്ക് നേരെ തൊടുത്തു വിട്ടേക്കാം. അവന്റെ അമ്പുകൾ നിന്റെ ചങ്കിൽ ആമെ തറയ്ക്കുന്നത് പോലെ തറച്ചേക്കാം. വല്ലുരിയ മനുഷ്യന്റെ വാക്കുകൾ, അവന്റെ പ്രവർത്തികൾ, അവന്റെ ചിന്തകൾ, നിരൂപണങ്ങൾ, നിന്നെക്കുറിച്ച് പറയുന്ന കളവ്, നിന്നെക്കുറിച്ച് പറയുന്ന അപവാദങ്ങളൊക്കെ നിന്റെ ഹൃദയത്തിൽ അമ്പ് വധിക്കുന്നത് പോലെ പക്ഷെ വധിച്ച് നിന്റെ സ്വസ്ഥതയെ കെടുത്തി കളഞ്ഞേക്കാം. അവിടെ നിന്റെ ബലഹീന നിലവിൽ നീ അതിനെ പ്രതികരിക്കാതെ എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്ത് ദൈവവചനത്തിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ എന്റെ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. നീ തകർന്നിരിക്കുകയാണോ, തളർന്നിരിക്കുകയാണോ, ക്ഷീണിച്ചിരിക്കുകയാണോ, അതിന് തന്നെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഇത്രമാത്രം ദുരന്തം അനുഭവിക്കുന്നത്? ഇവിടെ രാജ്യം ഇത്രമാത്രം ദുരന്തം അനുഭവിക്കുക, ലോകരാജ്യങ്ങൾ ദുരന്തം അനുഭവിക്കുന്നത്? നമുക്കറിയാം 2018 തൊട്ട് കേരളത്തിൽ ദുരന്തങ്ങളുടെ കഥകൾ മാത്രമേ ഉള്ളൂ, ദുരന്തങ്ങളുടെ പട്ടിക മാത്രമേ ഉള്ളൂ. 2018 പ്രളയം തൊട്ട് ഇന്ന് ഈ 2026 എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകരാജ്യങ്ങളിൽ നഷ്ടപ്പെട്ടു, എത്രമാത്രം ജനം അനാഥത്വം അനുഭവിക്കും, എത്രമാത്രം ജനം ഒന്നുമില്ലാത്തവരായി മാറി. ഇതെല്ലാം സംഭവിക്കുന്ന മനുഷ്യന്റെ പാപം പെരുകി അവർ സൃഷ്ടമായി ദൈവത്തെ മറന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ ജനങ്ങളും സൃഷ്ടമായി ദൈവത്തെ മറന്നു. നമുക്ക് മുമ്പേ മരിച്ച് മൺമറഞ്ഞു പോയവരും സൃഷ്ടാവായ ദൈവത്തെ മറന്നു. ഇന്ന് ഈ ഭൂമിയിൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ സൃഷ്ടമായി ദൈവത്തെ മറന്ന് സൃഷ്ടികൾക്ക് ദൈവത്വം കൊടുത്ത് സൃഷ്ടികളെ ദൈവങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ കാണുന്ന പ്രകൃതി പ്രപഞ്ചത്തെ മുഴുവൻ അണ്ടകടാകത്തിൽ ദൈവം സൃഷ്ടിച്ച അഖിലാണ്ടത്തെ ദൈവം സൃഷ്ടിച്ച സകലത്തെയും മനുഷ്യൻ ദൈവമാക്കി മാറ്റി. ഹല്ലേലൂയ. മാത്രമല്ല മനുഷ്യന്റെ കൈപ്പണികൾ കൊണ്ടുണ്ടാക്കിയ സകലത്തെ ദൈവങ്ങളാക്കി മാറ്റി. സകലവും മനുഷ്യന്റെ ദൃഷ്ടിയിൽ ദൈവമായി മാറിക്കഴിഞ്ഞപ്പോൾ സൃഷ്ടാവിന് വിലയില്ലാതെ വന്നു. നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ജനം മറന്നുപോയി. സൃഷ്ടമായി ദൈവത്തെ മറന്നിട്ട് നിനക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ശ്രോതാവേ? സൃഷ്ടമായി ദൈവത്തെ മറന്നിട്ട് നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, സ്വന്തം ഇഷ്ടം കൊണ്ട്, സാത്താൻ നിനക്ക് തരുന്ന ആലോചന കൊണ്ട് നീ എന്ത് ചെയ്താലും നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. സ്വസ്ഥത വേണമെങ്കിൽ സൃഷ്ടമായി ദൈവത്തിലേക്ക് മടങ്ങി വരണം. അവൻ സ്വസ്ഥതയുള്ളവനാ, അവൻ സ്വസ്ഥതയ്ക്ക് പ്രവേശിച്ചവനാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമുക്കൊരു സ്വസ്ഥത വേണമെങ്കിൽ നമ്മൾ യഹോവയായി ദൈവം അല്ലെങ്കിൽ സാഹചര്യത്തിന് സ്വസ്ഥത കൊടുത്തതുപോലെ പുതിയ നിയമസഭയ്ക്ക് കർത്താവായ യേശുവിന്റെ സ്വസ്ഥത ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകണം. പലവിധമായ കുഴപ്പങ്ങളും പലവിധമായ പ്രതിസന്ധികളും പോരാട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ഭയം സംഭവിക്കും. ഹല്ലേലൂയ. മനുഷ്യന് നല്ലൊരു ശതമാനം ആളുകൾ ഭയത്തിനടിമകളാണ്. ഭയം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഭയം മനുഷ്യനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. എന്തോ തിന്മ നടക്കാൻ പോകുന്നുവെന്ന വിചാരത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം ഒരുപാട് ആളുകളുണ്ട്. ചിലർ പറയും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എന്തൊക്കെയോ വരാൻ പോകുന്നു, അനർത്ഥങ്ങൾ വരാൻ പോകുന്നു. അവർ കൂടോത്രം ചെയ്തു, ശുദ്ധനം ചെയ്തു, മന്ത്രവാദം ചെയ്ത്, ഏലം ചെയ്തു, ഒതുക്കിയിട്ട് അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ടു, അവിടെ മുട്ടത്തോട് കണ്ടു, അവിടെ കോഴിത്തല കണ്ടു, എന്തെല്ലാം പറയുന്നത്, അവിടെ അങ്ങനത്തെ രൂപം കണ്ട് ഇങ്ങനത്തെ രൂപം കണ്ട് തകിട് കിടക്കുന്നത്, ഇതൊക്കെ പറഞ്ഞ് നിന്റെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ നിനക്ക് നേരെ എഴുന്നേറ്റേക്കാം. നിന്റെ പണം അപഹരിച്ചെടുക്കാൻ വേണ്ടി, നിന്റെ പണം മേടിച്ചെടുക്കാൻ വേണ്ടി നിന്റെ കുടുംബത്തോട് നിനക്കും കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട് നിന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന, നിന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പാസ്റ്റർമാർ വരെ ഉണ്ടായിരിക്കാം, പ്രവാചകന്മാർ വരെ ഉണ്ടായിരിക്കാം, പുരോഹിതന്മാർ വരെ ഉണ്ടായിരിക്കാം. അതിന്റെ നടുവിൽ നീ പതറിപ്പോകരുത്. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിത്തന ഇസ്രായേൽ ഫലിക്കയില്ല. സംഖ്യാപുസ്തകം 23:23 പറയുമ്പോൾ ആഭിചാരവും മന്ത്രവാദവും ലക്ഷണവിത്തം നിനക്ക് ഫലിക്കുന്ന നീ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വചനേ നിനക്ക് ഈ ഭൂമിയിൽ ഒരു ശത്രുവിനും നിന്നോട് എതിർപ്പാൻ കഴിയില്ല. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവളാണെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, മാത്രമല്ല നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ, വീണ്ടും ജന്മം പ്രാപിച്ചവനാണെങ്കിൽ ഭൂമിയിലെ ഒരു പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടത്തില്ല. നമ്മൾ എന്ത് ഭയമാണ് നമ്മളെ തകർക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ചെറിയ പ്രശ്നമായിരുന്നാലും നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടും.
അല്ലേലൂയ. നിങ്ങളുടെ ചെറിയ പ്രശ്നം നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുവാൻ അല്ലേലൂയ. ആമേ സ്തോത്രം. ദൈവത്തിന്റെ വചനപ്രധാനം ഒരു ചെറിയ അല്ലേലൂയ മുഴ വന്നാൽ അത് ക്യാൻസർ ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. ചെറിയ ശരീരത്തിൽ മുഴ വന്നാൽ മതി. ഇനിയിപ്പം നമ്മളൊരു ശരീരത്തിൽ ഏതെങ്കിലും അവയവഭാഗത്തൊരു ചെറിയ മുഴ വന്നു, അല്ലെങ്കിൽ എന്തൊരു വേദന, നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കണ്ടു, അവർ പരിശോധിച്ച് അവരുടെ റിസൾട്ടൊക്കെ പറഞ്ഞു. അവിടുന്ന് എന്തെങ്കിലും ഒരു പരിശോധന ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ അയ്യോ ക്യാൻസർ പിടിച്ചോ, ക്യാൻസർ ആണോ, എൻ്റെ ജീവിതം തകർന്നു, എൻ്റെ ജീവിതം മടുത്തു, ക്യാൻസറായി, ഇനി എന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ല, എനിക്ക് ഇനി ജീവിക്കണ്ട, ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞുള്ള സ്വസ്ഥത കെടുത്തുന്ന ആ മാരകമായ രോഗങ്ങൾ നിന്റെ ശരീരത്തോട് വാതുകെട്ടുവാൻ, നിനക്ക് നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ, നിന്നെ അരാജകത്തിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാപിതാ പിതാവ് സഹോദര, അതിനെ നീ ജയിക്കണം. എൻ്റെ ഒരു ചെറിയൊരു ജലദോഷപ്പനി വന്നാലും നിങ്ങളുടെ സ്വസ്ഥത കെട്ടുപോകുകയില്ലേ? നമ്മളതിനെ ജയിക്കണം. നമ്മളതിനെ ജയിക്കണം. അതിനാണ് ദൈവം നമുക്ക് ഉറവിരിക്കുന്നത്. ഞാനിതൊക്കെ പറയുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സിനെ സ്വസ്ഥതയില്ലാതാക്കുന്ന അനുഭവ പ്രശ്നങ്ങൾ എനിക്കിതിനെ കടന്നു വരും. ഞാൻ ഈ ദൈവത്തിന് പ്രാർത്ഥിക്കുക, എൻ്റെ സ്വസ്ഥതയെ കെടുത്താൻ വേണ്ടി പിശാച് പലവിധമായ പ്രശ്നങ്ങളെ എനിക്കിതിനെ അഴിച്ചുവിടുന്നത്. സാത്താനവൻ തന്ത്രശാലി, അവന്റെ സൂത്രങ്ങളാണ്. തന്ത്രങ്ങളിലൂടെ എന്നെ അപായപ്പെടുത്തുവാൻ, എന്നെ ഉപായത്തിലേക്ക് ചതിപ്പാൻ, ഹൗവയെ ഉപായത്തിൽ ചതിച്ചവരെ ചതിക്കുവാൻ അവൻ പലതും കൊണ്ടുവരും. എന്താ പറഞ്ഞാൽ എന്നെ പാപത്തിൽ വീഴ്ത്തിയിട്ട് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തി ഞാൻ ദൈവത്തിന് അകന്നു പോകാൻ വേണ്ടിയിട്ട് സാത്താൻ ഒരുപാട് വലിയ പ്രശ്നം കൊണ്ടുവരും. അവിടെ ഞാൻ ജയിച്ചു നിൽക്കുക. എന്താണെന്നറിയാമോ? കർത്താവ് എന്നോട് പറഞ്ഞു, ദാവീദിൽ കൂടെ പറഞ്ഞു, സംഗീതക്കാരൻ്റെ പറഞ്ഞു, എൻ മനമേ നീ സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്ത് ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഈ സാത്താന് ശക്തികൾക്കോ, ഇവിടെ അധികാരങ്ങൾക്കോ, മതങ്ങൾക്കോ, മത നേതാക്കന്മാർക്കോ, സാമ്രാജ്യത്തെ ശക്തികൾക്കോ, സാമൂഹ്യ വിരുദ്ധർക്കോ, സദാചാര വിരുദ്ധർക്കോ, ഇവിടുത്തെ തീവ്രവാദികൾക്കോ, ഭീകരവാദികൾക്കോ, വർഗീയവാദികൾക്കോ എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നേ. ഞാൻ ജീവനുള്ള ദൈവത്തെ സേവിക്കും. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് എൻ്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശു വസിക്കുന്നത് കൊണ്ട് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടാതെ ഞാൻ കാത്തു സൂക്ഷിക്കുക. പ്രൈസ്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം കേട്ടോ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശു കൊണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജനത്തെ അനുഭവം ഉണ്ടോ? നീ മാനസാന്തരപ്പെട്ട അനുഭവം നിനക്കുണ്ടോ? മാനസാന്തരത്തിന്റെ അനുഭവത്തിലാണോ നീ ജീവിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഒരു ഭയത്തിനും നിന്നെ തകർക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അയ്യോ അവർക്കെതിരെ എന്തെങ്കിലും ആപത്ത് വന്നാൽ അതിനെ എങ്ങനെ അവർ നേരിടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെടാറില്ലേ? ഹല്ലേലൂയ. നീ അതിനകത്ത് തകർന്നു പോകരുത്. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 28-ാം അധ്യായം അതിന്റെ സ്വതം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി അടിസ്ഥാനം കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. അത് ഒറ്റ വചനവരെടുക്കുള്ളൂ. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സഹോദര സഹോദരി, നീ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നെങ്കിൽ ഈ ലോകശക്തികളെ കണ്ട് നീ ഓടിപ്പോകരുത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം അടിസ്ഥാനക്കല്ല്, നിനക്ക് വേണ്ടി ദൈവം ഉറപ്പുള്ള കോട്ടയായി, നിനക്ക് വേണ്ടി ദൈവം സങ്കേതമായി നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് 46-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതെ, നമ്മുടെ സങ്കേതവും ബലവും കോട്ടയും എല്ലാം നമ്മുടെ കർത്താവാണ്. നമ്മുടെ കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഇന്ന് ലോകമെമ്പാട് കഷ്ടം സഹിക്കുന്ന റോഡാവി, വിദേശ രാജ്യങ്ങൾ കഷ്ടം സഹിക്കുന്ന സഹോദര സൗരി, ഒരു ജോലി കിട്ടാതെ, നല്ല ജോലി സ്ഥിരമാകാതെ, ജോലി നഷ്ടപ്പെട്ടിട്ട് വിദേശ രാജ്യത്ത് ചെന്നിട്ട് നാട്ടിലേക്ക് കിടന്നിടൊഴിയാതെ ഭാരമൊരു വളരാതെ കഷ്ടം സഹിച്ചിട്ട് ചെയ്ത ജോലിയുടെ സാലറി കിട്ടാതെ വിദേശ അടിമത്തം അനുഭവിക്കുന്ന സഹോദരിമാർ, അല്ലെങ്കിൽ വിവിധ കേസുകൾ അകപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സഹോദരിമാർ, വിവിധ ബിസിനസ്സുകളിൽ പരാജയപ്പെട്ടവർ, അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ട്, കുടുംബജീവിതം നഷ്ടപ്പെട്ട്, ഭാര്യ ജീവിതം തകർന്ന്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ നിൽക്കൊണ്ട് ഒത്തിരി വിഷയങ്ങൾ നിൽക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയത്തിനിടയിൽ കർത്താവിനോട് പറയുകയോ, കർത്താവിനോട് ചോദിക്കുമോ, അല്ലെങ്കിൽ നിന്റെ വേദനയിൽ അല്ലെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ കർത്താവിന്റെ അരികിലേക്ക് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, നീ കർത്താവിനോട് ചോദിക്കുമോ സഹോദര സഹോദരി, എന്റെ കഷ്ടതയിൽ എനിക്ക് സ്വസ്ഥത നൽകണമെന്ന്. അതേ, കർത്താവിനോട് ചോദിക്കും. കർത്താവിനോട് ആവശ്യമായത് നിനക്ക് എന്ത് വേണമെന്നാ ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിനക്കൊരു മറുപടി പറയാനുണ്ടോ?
അതുകൊണ്ട് ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങൾ അവന്റെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പാത്രയിൽ പോകുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, തളർന്നു പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്റെ പരാജയം കാണുമ്പോൾ സാത്താനവന്റെ സൈന്യം ഒന്നിറങ്ങി നിൽക്കുക. നിന്റെ പരാജയം കാണാൻ സാത്താന്യ ശക്തികൾ. ഈ സാത്താന്യ ശക്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാവുന്നത് ഈ പിശാചി പ്രവർത്തിക്കുന്ന മനുഷ്യരിലൂടെ കേട്ടോ. പിശാചി പ്രവർത്തി ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിശാചി എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് അദൃശ്യമാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അവരെ കാണുന്ന മനുഷ്യരിലൂടെയാ. ഹല്ലേലൂയ. അവൻ നിനക്കെതിരെ വലിയ സൈന്യമായി ഇറങ്ങിയേക്കാം. അതുകൊണ്ട് സംഗീതം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടുകയില്ലെന്ന് സംഗീതക്കാരനോട് ചേർന്ന് പറയണം. ഒരു സൈന്യ സാത്താന്യ ശക്തികൾ എനിക്കെതിരെ പാളയം ഇറങ്ങിയാലും എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിനക്കൊരു ദോഷവും ഭരിക്കില്ല, നിനക്കൊരു ഭയം തട്ടുകിൽ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ നീ ചെയ്യാതെയാ കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പോഴും നാം വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ലെന്ന്. അപ്പം വിശ്വസിക്കുന്നവർ ഓടിപ്പോകുകയില്ല. യെശയ്യാവും സകല പറയുകയാണ്, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കും കാണുന്നത് 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് എന്തുണ്ട്? ദണ്ഡനമുണ്ട്. അതുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഹല്ലേലൂയ. എന്താണ് അവിടെ ആ ദൈവവചനം അങ്ങനെ രേഖപ്പെടുത്താൻ കഴിയും? സ്നേഹത്തിന് ഭയമില്ല എന്ന് പറയുന്നത്, സ്നേഹവും ഭയവും അന്യോന്യം ബന്ധമുള്ള പദങ്ങളാണ്. സ്നേഹവും ഭയവും അന്യോന്യം ബന്ധമുള്ള പദങ്ങളാണ്. എന്തെന്നാൽ അവ രണ്ടും മനുഷ്യനെ ദൈവത്തോടുള്ള വികാര ഭാവങ്ങളാണ്. സ്നേഹവും ഭയവും രണ്ടും മനുഷ്യന് ദൈവത്തോടുള്ള വികാര ഭാവങ്ങളാണ്. അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ ബന്ധമുണ്ട്. ഹല്ലേലൂയ. ഭാവങ്ങളാണ്. വിശ്വാസിയിൽ ഭയം ജനിക്കുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. വിശ്വാസികൾ ഭയം ഉണ്ടാകുന്നത് തെറ്റുകൾ ജനിക്കുമ്പോൾ. തെറ്റുകൾ ഉണ്ടാകും, വിശ്വാസി ഭയം ഉണ്ടാകും. എന്നാൽ സ്നേഹത്തിന് ഭയമില്ല. നമ്മളിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകും. പക്ഷെ ദൈവസ്നേഹത്തിന് ഭയമില്ല. അല്ലെങ്കിൽ സ്നേഹത്തിന് ഭയമില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാശനഷ്ടത്തെയും അപകടത്തെയും ഗണ്യമാക്കാതെ സ്നേഹം പ്രവർത്തിക്കുന്നതിനെയാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്നേഹത്താൽ നമ്മൾ അതിനെ ജയിക്കണം. അല്ലെങ്കിൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവിന്റെ തികഞ്ഞ സ്നേഹം നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, യേശുവിന്റെ സ്നേഹമുണ്ടെങ്കിൽ, യേശുവിന്റെ സ്നേഹം നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, നിനക്കുണ്ടായ നഷ്ടങ്ങളും പരാജയങ്ങളും പരാതികളും പരിഭവങ്ങളും നിന്റെ ഒറ്റപ്പെടലും ഒക്കെ കടന്നു വരുമ്പോൾ നിന്റെ ഉള്ളിലെ ദൈവസ്നേഹമുണ്ടല്ലോ, നിന്റെ ഉള്ളിലെ ഭയത്തെ പുറത്താക്കി കളയും. ഹല്ലേലൂയ. അപ്പൊ ഈ ഭയവും ഈ സ്നേഹവും തമ്മിൽ രണ്ടും ബന്ധങ്ങളുള്ളതാണ്. ഇത് രണ്ടും ദൈവത്തോടുള്ള വികാരഭാവങ്ങളാണ്. അത് നീ എങ്ങനെ പ്രയോജനം ചെയ്യുന്നു, എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, എങ്ങനെ അതിനെ ഉപകാരപ്പെടുത്തുന്നു, എങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ വ്യാപാരം ചെയ്യുന്നുള്ളതാണ്. സ്നേഹവും ഭയവും നീ എങ്ങനെ വ്യാപാരം ചെയ്തു, ബിസിനസ് കൂടെ കണക്കൂട്ടി നോക്കിയാട്ട് അതിനെ നിന്റെ ഉള്ളിൽ നീ വേണ്ടതുപോലെ അത് ശീലിപ്പിക്കുകയാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ഭയത്തിന് കഴിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭയമാണ്. എല്ലാം ഭയം. ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവിക്കുമ്പോഴേ ഭയം വരും. നമ്മൾ ഈ ദൈവകൽപ്പനയൊക്കെ അനുസരിച്ച് ദൈവത്തേക്ക് അറിഞ്ഞ് ജീവിച്ചിട്ട് നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങൾ, പരസ്യമായി ചെയ്യുന്ന പാപങ്ങൾ, സ്വമേധ പാപങ്ങൾ, നമ്മൾ മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? രഹസ്യപാപം, പരസ്യപാപം, സ്വമേധ പാപം, മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ, ഇതെല്ലാം ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭൂമിയും മനുഷ്യനെ ഭയപ്പെട്ടിരുന്നു, ദൈവത്തെ ഭയപ്പെടും. നമ്മൾ എന്ത് ചെയ്താലും ദൈവം കാണും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാതെ, തെറ്റുകളിലൂടെ നീ ഭയത്തിന് അടിമയായി മാറാതെ ദൈവം സകലവും കാണുന്നുള്ള തിരിച്ചറിവോടെ നിന്റെ മനസ്സിനെ നീ സ്വസ്ഥമാക്കണം. ദാവീദ് പറഞ്ഞ എന്താണ്? എന്മനമേ നീ സ്വസ്ഥമായിരിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദര, അങ്ങനെ പറയാൻ കഴിയുമോ? നിന്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, നിന്റെ ഭാര്യ മദ്യപാനിയായിരിക്കാം, നിന്റെ മക്കൾ ലഹരിക്ക് അടിമയായിരിക്കാം, നിന്റെ വീട്ടിനകത്ത് മദ്യഷാപ്പായിരിക്കാം. ഹല്ലേലൂയ. കുടുംബജീവിതം തകർന്നവളായിരിക്കാം, തലമുറ മദ്യത്തിൽ അടിമയായിരിക്കാം. ഒരുപക്ഷെ നിന്നെ വിശ്വാസത്തിൽ ആട്ടി പുറത്താക്കിയേക്കാം. ഒരുപക്ഷെ നിന്റെ വീട്ടിൽ പോലും നിനക്കൊരു സ്ഥാനം തരാത്ത അനുഭവമായിരിക്കാം. നിന്റെ ഭർത്താവ് ഒരുപക്ഷെ നിന്നെ നീചയായി നിർഭീനമായി കണ്ടേക്കാം. ഒരു നല്ല വാക്ക് നിനക്ക് കേട്ടെന്ന് വരാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദര, രാമകലില്ലാതെ ജോലി തിരിച്ച് വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിന്നെ ശാസിക്കുന്ന ഭാര്യയായിരിക്കാം, നിന്നെതിരെ കാമ്യ വാക്കുകളോടെ കയർക്കുന്ന ഭാര്യയായിരിക്കാം.
അങ്ങനെ നിന്റെ സ്വസ്ഥത കെടുത്തി കളയും. അമ്മായിമ്മ മരുമോളെ സ്വസ്ഥത കെടുത്തി കളയും. മരുമോൾ അമ്മായിമ്മയുടെ സ്വസ്ഥത കെടുത്തി കളയും. വലിയൊരു സഹോദരങ്ങൾ തമ്മിലുള്ള സ്വസ്ഥത കെടുത്തി കളയും. വീട്ടിലെ സമ്പത്തുകളുടെ പേരിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന അനുബന്ധ സാഹചര്യങ്ങളിൽ വലിയ അത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഭയം കടന്നു വരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങളെല്ലാം നമ്മൾ കാണുമ്പോൾ നാം ദൈവത്തോട് അടുക്കണം. ഇന്ന് കേരളം അനുഭവിക്കുന്ന ദുരന്തം, ഭാരതം അനുഭവിക്കുന്ന ദുരന്തം, അപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ വടക്കേണ്ടിയിൽ വലിയ പ്രളയമായിരുന്നു. അല്ലേലൂയ. ലോക രാജ്യങ്ങളിൽ പല സ്ഥലത്തും പ്രളയങ്ങളുണ്ടായി. എന്നാൽ മനുഷ്യ സ്വസ്ഥതയെ കെടുത്തുന്ന വിധത്തിൽ പ്രകൃതി പോലും താണ്ഡവമാടുമ്പോൾ, പ്രകൃതി പോലും നമുക്കെതിരായി മാറുന്നതിന്റെ കാരണം എന്താണ്? ആമീൻ. ദൈവത്തിന്റെ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠമായി ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാന ശില്പങ്ങളിൽ ഒന്നായ ദൈവത്തിന്റെ കരകൗശലശാലയിലെ ഏറ്റവും പ്രധാന ശില്പം, ദൈവത്തിന്റെ പൂന്തോട്ടത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പം, അതെല്ലാം നമ്മളാണ്. ദൈവത്തിന്റെ പൂന്തോട്ടം, ഈ ഏതൻ പൂന്തോട്ടം അല്ലെങ്കിൽ ഭൂമി അല്ലെങ്കിൽ നമ്മൾ പൂന്തോട്ടമായിട്ട് കണക്കൂട്ടിലേക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല പുഷ്പം എന്ന് പറയുന്നത് നമ്മളാ. ദൈവത്തിന്റെ ശില്പശാലയിലെ ഏറ്റവും നല്ല ശില്പം നമ്മളാ. ഹല്ലേലൂയ. ദൈവം എല്ലാത്തിനും സൃഷ്ടിച്ചെങ്കിൽ, എല്ലാത്തിനും ജീവനും കൊടുത്തെങ്കിലും ആമീൻ മനുഷ്യന് മാത്രമേ ദൈവം ആത്മാവിനെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ജീവൻ മാത്രമുള്ളവനല്ല, മനുഷ്യൻ ആത്മാവുള്ളവനായതുകൊണ്ട് ദൈവം അവനെ വളരെ സ്നേഹിക്കുന്നു. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ശ്വാസമാണ്. ദൈവത്തിന്റെ ശ്വാസം നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ആ ശ്വാസം ദൈവത്തിൻ്റെത്, ആത്മാവും ദൈവത്തിൻ്റെതായതുകൊണ്ടും ദൈവം നമ്മെ വളരെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തിന് മുമ്പ് നാം പാപം ചെയ്യുമ്പോൾ ആമീൻ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഈ സ്വസ്ഥതയുടെ ഏതൻ തോട്ടത്തിലാണ് നഷ്ടപ്പെട്ടത്. ദൈവം കിഴക്ക് ഏതനുണ്ടാക്കി. ഏതൻ തോട്ടത്തിൽ ആദമിനെ ഹവ്വയാക്കി വേല ചെയ്ത് ജീവിപ്പാൻ, തോട്ടം കാക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. തോട്ടത്തിൽ എല്ലാ വൃക്ഷങ്ങളും കാണിച്ചു കൊടുത്തിറങ്ങു. ആമേൻ. നന്മതിനുള്ള വൃക്ഷത്തിന്റെ അറിവിന്റെ വൃക്ഷത്തിന് തിന്നരുത്, വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് ദൈവം കൽപ്പിച്ചെങ്കിലും ഭയത്താൽ സാത്താൻ പാമ്പുരൂപത്തിൽ വന്നിട്ട് പിശാച് വന്നിട്ട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലവും തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഉൽപ്പത്തി ദിവസം 3 കേട്ടോ ഉണ്ട്. തിരുനാളിൽ മരിക്കുമെന്ന് യഹോവയെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സാത്താൻ ഇല്ല, മരിക്കില്ല, തിരുനാളിൽ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അങ്ങനെ ഹവ്വ മേടിച്ച് കഴിച്ചു ഭർത്താവിനും കൊടുത്ത് അവർ രണ്ടുപേരും നഗ്നരായി മാറി. ഹല്ലേലൂയ. അവരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെട്ടു, ഉല്ലാസ ഘോഷങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി. അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്വസ്ഥതയില്ല. അവർ എന്ത് ചെയ്തു? വെയിലാറിയപ്പോൾ യഹോവയെ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ട് മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവർ സ്വന്തം ബുദ്ധി കൊണ്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട മനുഷ്യൻ അത്തിയിൽ ഊട്ടിത്തുന്നിയ ഒരു വസ്ത്രമുണ്ടാക്കി. വെയിലുറച്ചപ്പോൾ കാറ്റടിച്ചപ്പോൾ അത് ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ഏതൻ തോട്ടം ഒരു യാഗം നടന്ന യാഗത്തിലെ തോൽവസ്ത്രം എടുത്ത് യഹോവയെ ദൈവം അവരെ ഉടുപ്പിച്ച് നഗ്നത മറച്ചു. ആ മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ആദമേവുകയും. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അല്ലെ, മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് സ്വസ്ഥതയില്ലാത്ത ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു ക്രിസ്തു, ആമീൻ, ആദ്യത്തെ ആദാമായിരിക്കുന്നില്ല, ആദാമിലൂടെ സംഭവിച്ച സ്വസ്ഥതയില്ലായ്മയെ നമ്മൾ അകറ്റിയിട്ട് ഒടുക്കത്തെ ആദാമായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് സ്വസ്ഥത നൽകി തന്നു. അല്ലേ, ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവ് യേശു ക്രിസ്തു വീണ്ടും ജന്മം പ്രാപിച്ചവനാണോ? നീ വീണ്ടും ജന്മം പ്രാപിച്ചവളാണോ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവനാണോ? ആമീൻ. യേശു നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യന്റെ പാപമുഖാന്തരം സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. സ്വസ്ഥത നഷ്ടപ്പെട്ടതെല്ലാം മനുഷ്യന്റെ പാപം. ഈ പാപമുഖാന്തരമാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. പ്രകൃതി പോലും താണ്ഡവമാണത്. പ്രകൃതി പോലും നമ്മെ വകവെക്കാതെ ആമി പ്രകൃതിനെ വാഴുവാൻ ആദത്തിനെ ഔവ്വയെ സൃഷ്ടിച്ചെങ്കിൽ പ്രകൃതി പോലും നമ്മെ വകവെക്കാത്തതിന്റെ കാരണം എന്താണ്? മനുഷ്യന്റെ പാപം. ഹല്ലേലൂയ. ഈ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കുമ്പോൾ, നമ്മൾ അവന്റെ മകളായി മാറുമ്പോൾ, സ്വർഗരാജ്യത്തിന് അവകാശിയായി മാറുമ്പോൾ നമ്മുടെ മനസ്സിന് ഹൃദയത്തിൽ സ്വസ്ഥത വരും. ഹല്ലേലൂയ. പാപം കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ മനുഷ്യ സ്വസ്ഥതയില്ലായ്മ അനുഭവിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ മനുഷ്യൻ തിരിച്ചറിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എവിടെയാണ് സ്വസ്ഥത? എവിടെയാണ് സമാധാനം? ഹല്ലേലൂയ. ആയിരക്കണക്കിന് വിഷയങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് അലയടിച്ചു വരുമ്പോൾ നമുക്കൊരു രാത്രി പോലും കിടന്നുറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ചിലരെന്നെ വിളിച്ചിട്ട് പറയാം, എന്റെ പാസ്റ്റർ കഴിഞ്ഞ രാത്രി ഉറങ്ങിയില്ല, അങ്ങ് തിരിഞ്ഞും പറഞ്ഞ് കിടന്ന് നേരം വെളുക്കട്ടെ, നേരം പോലും വെളുക്കുന്നില്ലെന്ന് പറഞ്ഞവരുണ്ട്. ചിലരുടെ പാസ്റ്റർ നേരം വെളുക്കുന്നില്ല, രാത്രി തിരിയും പറഞ്ഞ് പലതിനെ കുറിച്ച് വിചാരിച്ച് ചിന്തിച്ച് മനസ്സ് കലങ്ങി രാത്രി ഭയപ്പെടുന്ന ഭയങ്കര ചിന്തകളായിരുന്നു.
എന്തുകൊണ്ടാണ്? നിന്റെ മനസ്സിന് സ്വസ്ഥതയില്ല. രാത്രിയിൽ കിടക്കയിൽ പോലും സ്വസ്ഥതമായി കിടന്നുറങ്ങാൻ കഴിയാതെ നിന്റെ മനസ്സിനെ ഭാരപ്പെടുന്ന അനുഭൂതി ചിന്തകൾ, ഹല്ലേലൂയ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്ന സഹോദര സഹോദരി, രാത്രിയിൽ കിടക്കുവാൻ കഴിയും എഴുന്നേറ്റിരിക്കുന്ന സഹോദര സഹോദരി, അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങൾ ഭയപ്പെട്ട് കഴിയുന്ന സഹോദര സഹോദരി, സ്നേഹിത, നിന്റെ സ്വസ്ഥത എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നിന്റെ സ്വസ്ഥത വേറെ ആരും വന്ന് നഷ്ടപ്പെടുത്തിയതല്ല. നിന്റെ സ്വസ്ഥത നീ തന്നെ അറിഞ്ഞ് നഷ്ടപ്പെടുത്തിയതാ. നീ പാപം ചെയ്തപ്പോൾ നിന്റെ ശരീരത്തിന്റെ ജഡത്തെ നീ പാപത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, പാപത്തിന്റെ ശരീരത്തെ നീ വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ നഷ്ടമായത് നിനക്ക് സ്വസ്ഥതയാ. പാപം നിന്റെ ജീവിതത്തിൽ കടന്നപ്പോൾ, പാപം നിന്നെ നിന്നെ വശീകരിച്ചപ്പോൾ, നിന്റെ ഹൃദയം നിന്നെ കുറ്റം വിധിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി. പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രക്ഷപ്പെടാനാണ് ഈ തിരുവെഴുത്തൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് ഭക്തനെ പോലെ മരണത്തിന്റെ വക്കിലൂടെ നടന്ന വേറെ ആരുമില്ല. ഈ ദാവീദ് എന്ന് പറയുന്ന വ്യക്തി മരണത്തിന്റെ വക്കിലൂടെ ഒരുപാട് നടന്നതാ. പല പ്രാവശ്യം മരണത്തിനും അവനും തമ്മിൽ ഒരടി മാത്രം, ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മരണത്തിൻ താഴ്വരയിലൂടെ നടന്നു. തന്നെക്കാൾ ശക്തമായ ശത്രുക്കളോട് അവൻ എതിർത്ത് നിന്നു. ഹല്ലേലൂയ. അവന്റെ മനസ്സ് കലങ്ങിയ സാഹചര്യത്തിൽ എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ന് പറഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ചു. ദാവീദ് മരണത്തിനും അല്ലെങ്കിൽ ജീവനും ഇടയിൽ ഒരടി ദൂരം മാത്രം നടന്നവനാ. മരണത്തിൽ താഴ്വരയിലൂടെ കുഴിയിൽ താഴ്പൊടി നടന്നു. ഒരുപാട് ശത്രുക്കൾ ദാവീദിനെതിരെ എഴുന്നേറ്റു. അവിടെയെല്ലാം തന്റെ സ്വസ്ഥത കെടുത്തുമാറി ദാവീദ് വിഷാദ മനസ്സുള്ളവനെ മാറിക്കഴിഞ്ഞപ്പോൾ ദാവീദ് സങ്കീർത്തനം 42:5 ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു: എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഇറങ്ങുന്നത് ദൈവത്തെ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ആത്മാവ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങും. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വെക്കുന്നെങ്കിൽ നമുക്ക് ഒരിടത്തും പരാജയപ്പെടേണ്ടി വരത്തില്ല. വിശുദ്ധ വേദപുസ്തകം പറയും, നമ്മുടെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കുന്നത് അതിന്റെ പരിഹാരത്തിന് ഏറ്റവും നല്ല പ്രതിവിധിയാ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, നിന്റെ ദുഃഖത്തിന്റെ കാരണം അന്വേഷിക്കാൻ വേറൊരാളെ വിളിക്കേണ്ടതില്ല. നിന്റെ ദുഃഖത്തിന്റെ കാരണം നീ തന്നെ അന്വേഷിക്കണം. എന്താണ് എനിക്ക് സ്വസ്ഥതയില്ലാത്തത്? എന്താണ് എനിക്ക് സമാധാനമില്ലാത്തത്? എന്താണ് എനിക്കൊരു ഉയർച്ചയില്ലാത്തത്? എന്താണ് എനിക്ക് നന്മയില്ലാത്തത്? എന്താണ് എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ കഴിയാത്തത്? തിരിഞ്ഞു പറഞ്ഞ് കിടക്കുന്നത്, ഭയം എന്നെ ആശങ്കപ്പെടുത്തുന്നത്, ഞാൻ നിരാശനായി മാറുന്നത്, കണ്ണുനീർ തൂക്കുന്നത്, ഉയർച്ചയില്ലാത്ത എന്നും എനിക്ക് കഷ്ടം മാത്രം എന്തുകൊണ്ടാണെന്ന് നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കണം. പ്രൈസലോ. നമ്മെ സ്വയം പരിശോധിക്കുമ്പോൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാനെന്ന് നമ്മൾ സങ്കീർത്തനം 1 കൊരിന്ത്യർ ലേഖനം 11 വായിക്കുന്ന പോലെ, കർത്തൃവേദി വായിക്കുന്നതാണ്. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. എവിടെയാണ് പരാജയം സംഭവിച്ചത്? നിന്റെ പരാജയത്തെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ഓർമ്മിപ്പിച്ചു തരുമ്പോൾ, ഹല്ലേലൂയ, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ലോകമെമ്പാട് സ്വസ്ഥതയില്ലാതെ ജനം കടന്നുപോകുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പോലും സ്വസ്ഥതയില്ല. എന്തുകൊണ്ടാണ്? പാപം ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ, പാപത്തിനിടം കൊടുത്തപ്പോൾ നമ്മുടെ സ്വസ്ഥതയാണ് നഷ്ടപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിനിടം കൊടുക്കരുത്. നമ്മുടെ ഹൃദയത്തിൽ പാപത്തിനിടം കൊടുക്കരുത്. പാപത്തിനിടം കൊടുത്താൽ ആ ചെറിയ പാപം പിന്നെ അത് മുഴുത്ത് വലിയ പാപമായി മാറും. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ മോഹം നിന്റെ ഹൃദയത്തിൽ വന്നാൽ അത് ഗർഭം ധരിക്കുന്നത് പോലെ അത് വളരും കേട്ടോ. പിന്നീട് അത് പാപത്തെ പ്രസവിക്കും. നിന്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടും. നിന്റെ ഉള്ളിൽ നിന്റെ ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങും. നിന്റെ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങും. ഹല്ലേലൂയ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദാവീദ് പറയാ, ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ തകരുവാനല്ല ദൈവം നിന്നെ ആക്കി വെച്ചത്, നിന്നെ തകർച്ചയിൽ ഉയർത്തുവാനാ. നിന്റെ താഴ്ച ദൈവത്തിനെ ഉയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നീ അനുഭവിക്കുന്ന സകല ഭ്രമവും മാറ്റി, നിന്റെ എല്ലാ ഭയവും മാറ്റി ദൈവം നിന്നെ ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് 136 സംഗീതം 23 വാക്യം വായിക്കുന്നുണ്ട്. എന്താ? താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതൊക്കെ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, താഴ്ചയിൽ നീ ബിസിനസ്സിൽ പരാജയപ്പെട്ടവനാണ്, ഒരു കൃഷിപ്പുഴ നഷ്ടപ്പെട്ടോ, നിന്റെ
ആടുപാട് കന്നുകാലികൾ തകർന്നോ? നീ ഒരു രോഗിയായി മാറിയോ? ഏതെങ്കിലും പാപത്തിന് നീ അടിമയായി മാറിയോ? ഏതാണെന്ന് തിരിച്ചറിയുന്നത് നീ നിന്നെ തന്നെ ശോധന ചെയ്തിട്ട് അവയേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ, ജീവിതം സമാധാനപരമായി മാറും. അതുകൊണ്ട് എന്തിനുമേ നീ സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ദൈവത്തിന്റെ വചനം വായിക്കുവാൻ കഴിയണം. ദൈവത്തിന്റെ വചനം വായിച്ച പോരാ, അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കണം. ദൈവത്തിന്റെ വചനം ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുകയും ആ വചനം ആവർത്തിച്ചാവർത്തി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ വചനം ആവർത്തിച്ചാവർത്തി ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ പാപത്തിനെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ലോകത്തിലെ 800 കോടി ജനത്തെ പാപം കീഴ്പ്പെടുത്തിയിരിക്കുക. ലോകത്തിൽ 800 കോടി ജനത്തെ പാപം കീഴ്പ്പെടുത്തിയിരിക്കുക. ഈ ഭൂമിയിൽ വിശുദ്ധന്മാരെന്ന് പറയുന്ന ഒരു വ്യക്തികളുമില്ല. ഹല്ലേലൂയ. ഈ ഭൂമി വിശുദ്ധന്മാരെന്ന് പറയുന്ന ഒരു വ്യക്തികളുമില്ല. അപ്പൊ നിങ്ങൾ പറയും വിശുദ്ധന്മാരെന്ന് പറയുന്ന വ്യക്തികൾ, നമ്മൾ ഈ വിശ്വാസികളൊക്കെ വിശുദ്ധന്മാരല്ലേ നിങ്ങൾ ചോദിക്കും. പെന്തക്കോസ്തുകാർ കർത്താവായ യേശുവിനെ പിതാവായി സ്വീകരിച്ച പെന്തക്കോസ് എന്ന് പറയുന്ന ഒരുപാട് കൂട്ടരുണ്ട്. അവരുടെ വിശുദ്ധന്മാരല്ല, അവരൊന്നും വിശുദ്ധന്മാരല്ല. പെന്തക്കോസ്തുകാരായിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും ഇസ്ലാമിയരായിരുന്നാലും ബുദ്ധമതക്കാരൻ ജൈനമതക്കാരനായിരുന്നു, ഇനി ഏത് പേർഷം ആരും വിശുദ്ധന്മാരല്ല. ഒരു മതത്തിന്റെ വിശുദ്ധന്മാരല്ല. കർത്താവിന് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു എന്നാ. അപ്പൊ എല്ലാവരും ദൈവത്തെ അറിയുന്നവർ, ദൈവത്തെക്കുറിച്ച് ഗ്രഹിക്കുന്നവനേ ഇല്ല. എല്ലാവരും നിങ്ങൾ റോമാലേഖനം 3:10 ആമി സ്തോത്രം അല്ലെ. നിങ്ങൾ 53 സങ്കീർത്തനം 14 സങ്കീർത്തനം വായിക്കണം. 14 സങ്കീർത്തനം 53 സങ്കീർത്തനം, റോമാലേഖനം 6 അല്ലെ സ്തോത്രം, റോമാലേഖനം 8 അതുപോലെ എസ്കേലിന്റെ 18-20 ഇതൊക്കെ വായിക്കണം. അല്ലേ? പാപം നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു. പാപം നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വേരിട്ടു. അല്ലേലൂയ. ആ വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അത് വളരെ ദൂരം നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടുക. അതുകൊണ്ട് ഭൂമിയിൽ 800 കോടി ജനങ്ങൾ എന്ന സ്വസ്ഥത നഷ്ടപ്പെട്ടവരാണ്. എങ്ങനെ സ്വസ്ഥ? പാപമുഖാന്തരം സകലരുടെയും സ്വസ്ഥത നഷ്ടപ്പെട്ടു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മഹാവിപ്രയതാവേ, എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ഹൃദയം കലങ്ങിക്കൊണ്ടിരുന്നപ്പോഴും ഭയന്ന് വിറച്ചുകൊണ്ടിരുന്നപ്പോഴും മറ്റുള്ള ചെയ്ത രോഗങ്ങളെ കരുതി കലങ്ങിയപ്പോഴും വീണ്ടും സ്വസ്ഥമായിരിക്കുവാൻ ഈ മനുഷ്യൻ സംഗീതക്കാരൻ പ്രാർത്ഥിക്കുന്നത് പോലെ നിന്റെ വേദനകളെ നീ ദീർഘിപ്പിക്കരുത്. നിന്റെ വേദനകളെ നീ അതിനകത്ത് നീ മയങ്ങിപ്പോയി. നിന്റെ വേദനകൾ തന്നെ നീ ഭാരപ്പെട്ടു പോകരുത്. കർത്താവ് ഓടി വന്ന് നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. അവനിൽ നീ വിശ്രാമം പ്രാപിക്കണം. ഇന്ന് പകൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ കിടക്കുന്ന സഹോദരന്മാരെയും പറയട്ടെ, ഞാൻ കഴിഞ്ഞ 3 ദിവസം നിങ്ങളുടെ പരസ്യമായി പ്രാർത്ഥിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ സ്വസ്ഥമായിരിക്കാൻ വേണ്ടി. നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാകും. ലോകം നിങ്ങളെ കൈവിടും, ഭരണ സംവിധാനം കൈവിടും, മതങ്ങൾ കൈവിടും, ബന്ധുമിത്രാദികൾ കൈവിടും, ഉറ്റവരും ഉടയവരും എല്ലാം കൈവിട്ടേക്കാം. പക്ഷെ ഇന്ന് നീ സ്വസ്ഥതയില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ കാലങ്ങളിൽ നീ ഉണ്ടാക്കിയ നല്ല വീടുകളിൽ, മച്ചിട്ട വീടുകളിൽ, നല്ല കിടക്കയിൽ നീ കിടന്നുറങ്ങിയവനാ. ഇന്ന് നീ ഒരു പുതപ്പ് പോലും കിട്ടാതെ ദുരിതാശ്വാസ ക്യാമ്പിൽ നീ കിടന്നുറങ്ങുകയല്ലേ? നിന്റെ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ? പല വീട്ടിൽ നീ അഭയം പ്രാപിച്ചിരിക്കുകയല്ലേ? സ്വഭാവി രാത്രിയുടെ യാമങ്ങൾ ഉൾപ്പെടൽ ഉണ്ടാകും. മലവെള്ളപ്പാച്ചിൽ വരുവോ? നദികൾ കരകവിഞ്ഞൊഴുകുവോ? അടുത്ത പ്രമാദത്തിൽ ജീവനോടെ കാണുമെന്നോർത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടവരില്ലേ? ഈ കേരളത്തിലെ ജനം മുഴുവൻ അങ്ങനല്ലേ? ഞാനടക്കം. അതെ, നമുക്ക് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, ഞങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന, ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചു കളയുന്ന ഈ പ്രകൃതി ദുരത്തിന്റെ ഒരു വിടുതൽ നൽകണമേ. ഞങ്ങളുടെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ പാപമാണ് ഇതിന്റെ കാരണം. അതിനെ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവേ, ആ സ്വസ്ഥതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നേ. നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ദൈവമില്ലാത്ത ജനങ്ങൾക്ക് വിശ്രമം പ്രാപിക്കാനുള്ള വഴി അറിയില്ല. ദൈവമില്ലാത്തവർക്ക്, ദൈവത്തെ ഭയമില്ലാത്തവർക്ക് വിശ്രാമം പ്രാപിക്കാനുള്ള വഴി അറിയില്ല. എത്രമാത്രം പണം ഉണ്ടായിരുന്നാലും എന്താണ് പ്രയോജനം? എത്രമാത്രം പണം ഉണ്ടായത് എന്താണ് പ്രയോജനം? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രളയം വന്നു. എത്ര ആയിരക്കണക്കിന് പണം ഉണ്ടായത്, എന്തുമാത്രം പണമുള്ളവരായിരുന്നു. കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരുന്നു. സ്വർണത്തിന് വില കൂടിയപ്പോൾ അനവധി ആളുകൾ ഇഷ്ടംപോലെ സ്വർണം വാങ്ങി വീട്ടിൽ അലമാരിയിൽ വെച്ച് കൂട്ടിയില്ലേ? അലമാരിൽ വെച്ച് കൂട്ടിയ സ്വർണം എടുത്തുകൊണ്ട് പോകാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ. എല്ലാം ഒറ്റ രാത്രിയിലെ പ്രളയത്തെ നഷ്ടപ്പെട്ടതിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടില്ലേ ശ്രോതാവേ? അതുകൊണ്ട് പണം കൊണ്ടൊന്നും സ്വസ്ഥത നേടുവാൻ കഴിയില്ല. പണം കൊണ്ടൊന്നും സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയില്ല. നിനക്ക് എത്ര പണം ഉണ്ടായിരുന്നാലും ഒറ്റ രാത്രിയോട് നീ ദുരിതാശ്വാസ ക്യാമ്പിൽ വന്നെങ്കിൽ നീ ഒന്നുമില്ലാത്തവനായി മാറിയെങ്കിൽ ഇന്ന് പകരം നിന്റെ പാപം വിട്ട് മടങ്ങി വന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് നഷ്ടപ്പെട്ട നമ്മളെ മടക്കി തരാൻ അവൻ വിശ്വസ്തനാകട്ടോ. യേശു വിശ്വസ്തനാ. അതുകൊണ്ട് പണമുണ്ടായിരുന്നത് കൊണ്ട് പ്രയോജനമില്ല, സമാധാനമില്ല. രാത്രിയും പകലും നിന്റെ ഹൃദയം തകർന്ന് കലങ്ങുവല്ലേ? ഇന്ന്
രാത്രിയും പകലും നിന്റെ ഹൃദയം തകർന്നിരിക്കുകയല്ലേ? തലതിനെ കുറിച്ച് ഓർന്ന് ചിന്തിക്കുകയല്ലേ? മരണഭയം നിന്നെ ബാധിക്കുന്നില്ലേ? ഹല്ലേലൂയ. നിന്റെ കണ്ണതിലൂടെ നീ പ്രാർത്ഥിക്കുകയല്ലേ? ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്റെ പ്രതിസന്ധി ദൈവം വിടിവിക്കുകയാണ്. നിങ്ങൾ എത്ര കഷ്ടം സഹിച്ച നിന്നെ ദൈവം വിടിവിക്കും. യേശുവിലേക്ക് വരാൻ കഴിയുമോ? ആ പാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവ് നിന്നെ മാനിക്കും കേട്ടോ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 116 സംഗീതത്തിലെ 7-ാമത്തെ വാക്യം, ജന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതേ ഇന്ന് പകൽ കഷ്ടം സഹിക്കുന്ന സകല ജനത്തോട് പറയുക, നിന്റെ മനസ്സിന് സ്വസ്ഥത കൊടുക്കുന്നെങ്കിൽ യഹോവ നിനക്ക് ഉപകാരം ചെയ്തു, നിനക്ക് ഉപകാരം ചെയ്യും. നിന്റെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിനക്ക് നഷ്ടപ്പെട്ടതിനെ 100 മടങ്ങായി തിരിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലെന്ന് തിരിച്ചറിയണം. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാൽ, അവ നിനക്ക് വേണ്ടി വഴി തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ, അന്നത്തിലുള്ള അനിവസാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജന, 23 സംസ്ഥാന 7 കേന്ദ്ര പ്രദേശങ്ങളായി 6 ലക്ഷത്തിന് ഗ്രാമങ്ങൾക്കകത്തമായി കർത്താവേ, പ്രളയങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടായി. അനേകരുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒരാഴ്ച കൂടി സമ്പാദിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി കർത്താവേ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അനവധി വ്യാപാര വ്യവസായി, കഴിവരെ കച്ചവട, കൃഷിക്കാർ, ക്ഷീരപാമി, ക്ഷീരമേലും കാർഷിക മേഖലയിലായിരിക്കും എല്ലാ ഫാം നടത്തുന്നവരും, എല്ലാ കർത്താവി, എല്ലാ നിലയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട് കഷ്ടം സഹിക്കുന്നു. ലോകരാജ്യം 200 കോടി ജനങ്ങൾ ഇതുപോലെ കഷ്ടതാണ്. എല്ലായിടത്തും മനുഷ്യൻ സ്വസ്ഥത നഷ്ടപ്പെട്ട്, മനുഷ്യൻ പാപത്തം നിറയപ്പെട്ട്, ഭൂമിയിൽ കർത്താവി, മനുഷ്യൻ ദൈവത്തിന് കുറ്റക്കാരനായി മാറുമ്പോൾ മനുഷ്യന്റെ സ്വസ്ഥത കെടുമാർ, ഭൂമിയിൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ കണ്ട് ഇനിയെങ്കിലും ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെടുന്ന ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവി, ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ, വാഗ്നിരാനും വൃദ്ധശന, യാചക, ഓർഫന, ചോട്ട, തടവറയിലായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഉള്ളിൽ കൊട്ടാരികൾ പറഞ്ഞു സകലിരുന്ന് വലിപ്പച്ചെറുപ്പമില്ലാതെ, മതമില്ലാതെ, വർഗീയതയിൽ തീവ്രവാദമില്ലാതെ, വർഗീയ വിഷമില്ലാതെ കർത്താവി, ഹല്ലേലൂയ, ഒന്നിച്ച് കർത്താവി ദുരിതാശ്വാസ ക്യാമ്പിലായിരിക്കുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും വസ്ത്രവും, അവർക്ക് വേണ്ട മരുന്നും കർത്താവ്, അവർക്ക് വേണ്ടത് എല്ലാം നന്മകളും കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാൻ അവർക്ക് വേണ്ട വഴി തുടങ്ങണമേ. പ്രളയത്തെ ദൈവം നീക്കണമേ. എല്ലാം മഴക്കെടുതി മാറ്റണമേ. പ്രകൃതിയോട് ഇടപെടണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ നദികളും പുഴകളും ഡാമുകളും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാത്തിനും കർത്താവ് ജലനിരപ്പ് താഴുവാൻ, സാധാരണ നിലയിലേക്ക് വരുവാൻ, മനുഷ്യ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് സകല ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിന് നീതി വെളിപ്പെടുന്ന പകൽ കർത്താവ് ഞങ്ങളുടെ ജനത്തെ പ്രാർത്ഥിക്കുന്നു. രാവുമ്പോഴൊക്കെ യാത്ര ചെയ്ത് വാഹനം ഓടിക്കുന്നവരുണ്ട്. മഴ നിൽക്കാതെ ഇത് പെയ്യുന്നു കർത്താവേ, അതിന് നല്ലൊരു ആശ്വാസം കൊടുക്കണമേ, മഹത്വം എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.